മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവരെ മരിച്ചതായി കണക്കാക്കി ധനസഹായം നൽകാൻ നടപടി തുടങ്ങി. കാണാതായവരുടെ പട്ടിക തയ്യാറാക്കുന്നതിനും സൂക്ഷ്മ പരിശോധനയ്ക്കുമായി പ്രാദേശിക തലത്തിലും സംസ്ഥാന തലത്തിലും 2 സമിതികളും രൂപീകരിച്ചു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് സർക്കാർ നേരത്തെ ധനസഹായം നൽകിയിരുന്നു. കാണാതായവരെ കൂടി മരിച്ചതായി കണക്കാക്കി തൊട്ടടുത്ത ബന്ധുക്കൾക്ക് സഹായം നൽകുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ നടപടി തുടങ്ങിയിരിക്കുന്നത്. ഓഖി പെട്ടിമുടി ദുരന്തങ്ങൾ സ്വീകരിച്ച അതേ നടപടി പിന്തുടർന്നാണ് മുണ്ടക്കൈ ചൂരൽമല ഉരുൾ ദുരന്തത്തിൽ കാണാതായവരെ മരിച്ചവരായി കണക്കാക്കി സഹായം നൽകുന്നത്. വില്ലേജ് ഓഫീസർ, പഞ്ചായത്ത് സെക്രട്ടറി, പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എന്നിവരടങ്ങുന്ന പ്രാദേശിക സമിതി കാണാതായവരുടെ പട്ടിക തയ്യാറാക്കണം. ഇപ്പോൾ തന്നെ കാണാതായവരെ പറ്റി FIR ഉള്ളതിനാൽ ഇതിന് വലിയ കാലതാമസം എടുക്കില്ല. പ്രാദേശിക സമിതി തയ്യാറാക്കുന്ന പട്ടിക ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് സമർപ്പിക്കണം. ജില്ലാ തലത്തിലെ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം പട്ടിക സംസ്ഥാന തലത്തിലും വീണ്ടും പരിശോധിക്കും. ആഭ്യന്തര സെക്രട്ടറി, തദ്ദേശ വകുപ്പ് സെക്രട്ടറി, ദുരന്ത നിവാരണ വകുപ്പ് സെക്രട്ടറി എന്നിവരാണ് സംസ്ഥാനതല സമിതിയിലുള്ളത്. സംസ്ഥാന സമിതിയുടെ പരിശോധനയ്ക്ക് ശേഷം മന്ത്രിസഭയുടെ അംഗീകാരത്തോടെ ധനസഹായം പ്രഖ്യാപിക്കും. 3 ആഴ്ച കൊണ്ട് ഈ നടപടികളെല്ലാം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 32 പേരെയാണ് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ കാണാതായിരിക്കുന്നത്. കാണാതായവരെ മരിച്ചവരായി കണക്കാക്കി മരണ സർട്ടിഫിക്കറ്റ് നൽകുന്നതിനും നടപടി തുടങ്ങി. വ്യവസ്ഥകൾക്ക് വിധേയമായിട്ടായിരിക്കും മരണ സർട്ടിഫിക്കറ്റ് നൽകുക. ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾക്ക് കുറഞ്ഞത് 2 മാസമെങ്കിലും സമയമെടുക്കും. 24 തിരുവനന്തപുരം.